പിന്നെ നമുക്ക് പറയാനുള്ളത് എന്ത് വെച്ചാലും ഇന്ത്യയുടെ മോസ്റ്റ് ക്രൂഷ്യൽ ആൻഡ് ഡിറ്റർമിനേറ്റ്സ് ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ഏറ്റവും വലിയ നിർണായകമായ ഡൈനാമിക്കായ ചലനാത്മകമായ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ എന്തിലേക്കും മാറ്റിമറിക്കാവുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ: കാസ്റ്റ്, റിലീജിയൻ, ക്ലാസ്. നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ജാതിയും മതം, വർഗം, ഈ മൂന്ന് കാര്യങ്ങളാണ്. നമ്മളുടെ ഈ പാഠത്തിൻ്റെ ഹെഡിങ് തന്നെ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. അതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം, ഈ 3 ഘടകങ്ങൾ, ഒന്ന് കാസ്റ്റും മറ്റൊന്ന് റിലീജിയനും ക്ലാസ്സുമാകുന്നു. നമുക്കൊന്ന് കാസ്റ്റിനെ കുറിച്ച് പരിചയപ്പെടാം. എന്താണ് കാസ്റ്റ്? കാസ്റ്റിനെ കുറിച്ച് സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ മലയാളത്തിൽ ജാതി അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷകളിലൊക്കെ ജാതി എന്ന പദത്തിലാണ് കാസ്റ്റ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ലാറ്റിൻ വേർഡായ കാസ്റ്റസ് വിച്ച് മീൻസ് ചേസ്റ്റ് ഓർ പ്യുവർ, പരിശുദ്ധി എന്ന അർത്ഥം വരുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കാസ്റ്റ് എന്ന പദം ഉത്ഭവിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിലേക്ക് അത് വന്നത് സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് പദമായ കാസ്റ്റ വിച്ച് മീൻസ് റൈസ്, ബ്രീഡ്, ഫാമിലി ഓർ ലീനിയേജ്, കുടുംബം, വർഗം, അതേപോലെ തന്നെ ഫാമിലി എന്നൊക്കെ അർത്ഥം വരുന്ന കാസ്റ്റ എന്ന സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിലോട്ട് അത് വരുന്നത്. എന്തായിരുന്നാലും കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹോമോജീനിയസ് ഗ്രൂപ്പാണ്. ഇറ്റ് ഈസ് എ സോഷ്യൽ ഗ്രൂപ്പ് ഡിസ്ക്രൈബ്ഡ് ബൈ ബർത്ത്. നമ്മുടെ ജന്മത്തോടു കൂടെ ഇന്നൊരു വ്യക്തി ബ്രാഹ്മണനായാൽ അവൻ എന്നും ബ്രാഹ്മൺ തന്നെ. അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും ബ്രാഹ്മണനായാൽ സ്വാഭാവികമായിട്ടും ജന്മത്തിലൂടെ അവനും ബ്രാഹ്മണനാണ്. അപ്പോൾ ബൈ ബർത്ത്, ജന്മത്തിലൂടെ ഡിവൈഡ് ചെയ്യപ്പെട്ട തീരുമാനിക്കപ്പെടുന്ന ഒരു സോഷ്യൽ ഗ്രൂപ്പാണ് ഇത്. ഇത് എൻഡോഗമസ് ആണ്, എക്സോഗമസ് അല്ല. മീൻസ് ഉള്ളിൽ ഒതുങ്ങിയ. അപ്പോൾ ബ്രാഹ്മിൻസ് നോൺ ബ്രാഹ്മിൻസിനോട് കല്യാണം കഴിക്കാൻ പാടില്ല. അവരുടെ കാര്യങ്ങളൊക്കെ ഇതിന് ഉള്ളിൽ ഒതുങ്ങിയതായിരിക്കണം. അപ്പോൾ കാസ്റ്റിലുള്ള ധാരാളം പൊളിറ്റിക്സ് ഉണ്ട്. ദളിത് വളരെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ദളിത് വിഭാഗക്കാർ അവരെ മെതിച്ച് ഒതുക്കപ്പെടുമ്പോൾ അങ്ങനെയുള്ള സംഗതികൾ. അതേപോലെ ഈ പൊളിറ്റിക്സ് കാസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ ഈ നമ്മുടെ സൊസൈറ്റിയിൽ വലിയ വലിയ മാറ്റങ്ങളിലേക്കും ചേഞ്ചുകളിലേക്കുമൊക്കെ സാധ്യത വരുത്തുന്നതാണ് കാസ്റ്റ് പ്രാക്ടീസ് ഗ്രൂപ്പ്. അതേപോലെ തന്നെ ലീഡേഴ്സ് ആൻഡ് കാൻഡിഡേറ്റ്സ്, നേതാക്കന്മാർ, അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ഒക്കെ ഇവരിൽ നിന്ന് തന്നെ വരിക. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഇതിനെ തുടർന്ന് വരുന്നതാണ്. അപ്പോൾ ഉദാഹരണത്തിന് UP, ബീഹാർ, തമിഴ്നാട്, ഈവൻ കേരള അടക്കം ഇന്ന കാസ്റ്റിൽപ്പെട്ട ആൾക്കാർക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ, ജാതിക്കാരെ, അവരിലെ നേതാക്കന്മാരെ ലീഡറാക്കി വെക്കണം. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ വരും. ഇനി കാസ്റ്റിനെ കുറിച്ച് 1-2 ഡെഫിനിഷന് നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം ഡെഫിനിഷൻസ് നമ്മളെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സർ H. റൈസ്ലിയുടെ ഡെഫിനിഷനാണ്. അദ്ദേഹം പറയുന്നത് എ കളക്ഷൻ ഓഫ് ഫാമിലീസ് ഓർ groups of families bearing a common name which usually denotes or associated with specific occupation, claiming common descent from a mythical ancestor, human or divine, professing to follow the same professional callings and are regarded by those who are competent to give an opinion as forming a single homogeneous community. ഇദ്ദേഹം പറയുന്നത് നമ്മുടെ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബങ്ങളുടെ ഗ്രൂപ്പാകുന്നു. അവർ ഒരേ പേര് വഹിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഗ്രൂപ്പാണ്. പൊതുവെ അവരെ ഒരു സ്പെസിഫിക് ഒക്കുപേഷൻ ആയിരിക്കും അവർക്കുണ്ടാവുക. അതായത് ബ്രാഹ്മിൻസ് അവർ പൂജാരികളായിരിക്കും പൊതുവെ, അല്ലെങ്കിൽ അവർ വിജ്ഞാനം പഠിക്കുന്നവരായിരിക്കും. ഇങ്ങനെയുള്ള ഒരു സംഭവം. ക്ഷത്രിയർ വേരിയേഴ്സ് ആയിരിക്കും, കിങ്സ് ആയിരിക്കും. അപ്പോൾ ശൂദ്രാസ് ഇതായിരിക്കും, വൈശ്യാസ് ജോലിക്കാരായിരിക്കും, അവർ വ്യാപാരികളായിരിക്കും. ഇങ്ങനെ ഒക്കുപ്പേഷനിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് അവർക്കൊക്കെ ഒരു കോമൺ ഡീസൻറ്റ്, അവർക്ക് ഒരു പൊതുവായ ഒരു അച്ഛനുണ്ട്, അല്ലെങ്കിൽ ഒരു പിതൃത്വത്തിൽ നിന്ന് ഒരു നേരിട്ട് അവരുടെ ഒരു പിതൃത്വത്തിൽ നിന്നാണ് വരുന്നത് എന്നവർ വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നുകിൽ അത് മനുഷ്യനാവാം, അല്ലെങ്കിൽ ഡിവൈൻ ആവാം. എനിവേ ഒരു മിത്തിക്കൽ ആൻസിസ്റ്റർ അവർക്ക് ഉണ്ട് എന്നും, അതുപോലെ തന്നെ അവരൊന്നായി ഒരേ പ്രൊഫഷനിലാണ് ചെയ്യേണ്ടത് എന്നും, അവർക്കൊക്കെ ഒരു ഹോമോജീനിയസ് ഗ്രൂപ്പായിരിക്കണം, എക്സോഗമസ് ആവരുത്, അവരുടെ ഉള്ളിൽ തന്നെ ഒതുങ്ങി ജീവിക്കേണ്ടവരാണ്, കല്യാണം മറ്റുള്ള കാര്യങ്ങളും പുറത്തേക്ക് പോകാൻ പാടില്ല. ഇങ്ങനെ
ജീവിക്കുന്ന ഒരു ടീമിനെ കുറിച്ചാണ് കാസ്റ്റ് എന്ന് സർ എച്ച് റൈസ്ലിയുടെ അഭിപ്രായത്തിൽ. എന്നാൽ ഡോക്ടർ കേത്കർ ഡിഫൈൻസ് കാസ്റ്റ് ആസ് എ സോഷ്യൽ ഗ്രൂപ്പ് ഹാവിംഗ് ടു ക്യാരക്ടറിസ്റ്റിക്സ്. Membership in confined to those who are born of members and includes all persons so born. Second one, the members are forbidden by inexorable social law to marry outside. ഇദ്ദേഹം പറയുന്നത് രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹിക വിഭാഗമാണ് ആര് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡോക്ടർ കേത്കർ പറയുന്നത് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ, ജാതി എന്ന് പറഞ്ഞാൽ രണ്ട് പ്രത്യേകതകളുള്ള ഒരു സാമൂഹിക ഗ്രൂപ്പാണ്. എന്താണ് അവരുടെ പ്രത്യേകത? ഒന്ന്, മെമ്പർഷിപ്പ് ഈസ് കൺഫൈൻഡ് ദോസ് ഹു ആർ ബോൺ ഓഫ് മെമ്പേഴ്സ് ഇൻക്ലൂഡ്സ് ഓൾ പേഴ്സൺസ് സോ ബോത്ത്. ജന്മസിദ്ധമായിട്ട് മാത്രമാണ് അവർക്ക് മെമ്പർഷിപ്പ് കിട്ടുക. അപ്പോൾ ബ്രാഹ്മിൻ്റെ മകൻ എന്തായി? കുട്ടിയായാൽ അവരെന്തായി? ബ്രാഹ്മണനാവും. അങ്ങനെ ക്ഷത്രിയൻ്റെ മക്കൾ അവർ ക്ഷത്രിയ ബൈ ബോണിലൂടെ മാത്രമാണ് മെമ്പർഷിപ്പ് കിട്ടുക. മറ്റൊരു കാര്യം പറയുന്നത്, രണ്ടാമത്തെ കാര്യം പറയുന്നത്, മെമ്പേഴ്സ് ആർ ഫോർബിഡൻ ബൈ ആൻ ഇനെക്സോറബിൾ സോഷ്യൽ ലോ ടു മാരി ഔട്ട്സൈഡ് ദ ഗ്രൂപ്പ്. ഔട്ട്സൈഡ് ഗ്രൂപ്പിലോട് അവർ മാരേജ് ചെയ്യാൻ പാടില്ല എന്ന് സാമൂഹികമായി അവരുടെ നിയമപരമായിട്ട് തടയപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഇദ്ദേഹം പറയുന്നത്. എന്നാൽ മറ്റൊരു ഡെഫിനിഷൻ നമുക്ക് പരിശോധിച്ച് നോക്കാം. According to L. Kober, who defines the caste as endogamous and hereditary subdivision of an ethnic unit occupying a position of superior or inferior rank, so social esteem in comparison with other such subdivisions. ഇദ്ദേഹം പറയുന്നത് എൽ കോബറിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം കാസ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് എൻഡോഗമസ് ഗ്രൂപ്പാണ്. നമ്മൾ പറഞ്ഞ പോലെ ഉള്ളിൽ ഒതുങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഹെറിഡിറ്ററി പാരമ്പര്യമായിട്ട് ഉള്ള ഒരു സബ് ഡിവിഷനാണ്. അതിൽ ഇൻഫീരിയറും സുപ്പീരിയറും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചതുർവർണ്ണത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഗ്രൂപ്പ് ആരാണ്? ബ്രാഹ്മിൻസ്. തൊട്ട് താഴെ ക്ഷത്രിയർ അല്ലേ, അങ്ങനെ ശൂദ്രാസ്, വൈശ്യാസ്, ശൂദ്രാസ്, ഇങ്ങനെ ഈ 4 വിഭാഗങ്ങൾ തട്ടുതട്ടാണ്. അപ്പോൾ അതിൽ ഇൻഫീരിയേഴ്സ് ഉണ്ടാകും, സുപ്പീരിയർ, ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ നിൽക്കുന്നവരുണ്ടാകും, താഴെ പോസ്റ്റിൽ ഉണ്ടാവും. എന്നിരുന്നാലും അവരൊക്കെ ഒരു സ്പെഷ്യൽ പൊസിഷനിലായിട്ട് ഇങ്ങനെ നിലകൊള്ളുന്ന ഒരു സാമൂഹിക ഗ്രൂപ്പാണ്. ഇനി നമുക്കൊരു സോഷ്യോളജിസ്റ്റായ MN ശ്രീനിവാസൻ എങ്ങനെയാണ് കാസ്റ്റിനെ ഡിഫൈൻ ചെയ്തെന്ന് നോക്കാം. എ ഹെറിഡിറ്ററി endogamous usually localized group having a traditional association with an occupation and particular position in the local hierarchy of caste. Relations between the castes and governed among other things by concepts of pollution and purity and generally maximum commensality occurs within caste. ഇദ്ദേഹം പറയുന്നത് നമ്മുടെ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പാരമ്പര്യമായി ലഭിച്ച ഒരു ഇൻഡോഗമസ് ഗ്രൂപ്പാണ്. യൂഷ്വലി അവർ ഓരോ പ്രാദേശികമായിട്ടുള്ള ഗ്രൂപ്പുകളായിരിക്കും. അവർക്ക് പാരമ്പര്യമായ പല ജോലികളുമായി ബന്ധമുണ്ടാകും. അപ്പം ഇന്ന ആൾക്കാർ ഈ ജോലിയെ ചെയ്യാൻ പാടുള്ളൂ, അപ്പോൾ അങ്ങനെ ഉണ്ടാകും. പർട്ടിക്കുലർ പൊസിഷൻ ഉണ്ടാകും, ലോക്കൽ ഹൈറാർക്കി ഉണ്ടാകും, കാസ്റ്റിലെ ഹൈറാർക്കി ഉണ്ടാകും. ഏറ്റവും ഉയർന്ന ആൾ തട്ടിലാർ, താഴെ തട്ടിലാർ, അങ്ങനെയൊക്കെ ഉണ്ടാകും. ഇതാണ് MN ശ്രീനിവാസൻ പറയുന്നത്. എനിവേ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുരുക്കി സിമ്പിളാക്കി പറയുകയാണെങ്കിൽ എൻഡോഗമസ് ഗ്രൂപ്പാണ്. എൻഡോഗമസ് ഗ്രൂപ്പ് പറഞ്ഞാൽ അവർ പുറത്തേക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. അതിൽ തന്നെ എന്താവും, പിന്നെ ഹൈറാർക്കി ഉണ്ടാകും, ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, അങ്ങനെ ഉണ്ടാകും. നമ്മൾ ചതുർവർണ്ണം എടുക്കുകയാണെങ്കിൽ അതിൽ ബ്രാഹ്മിൻസ്, താഴെ ഗ്രൂപ്പ്, അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാകും. ഓക്കെ, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ എൻഡോഗമസ് ആണ്, അവർ പുറത്തേക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല, അവിടെ തന്നെ ഉള്ളിൽ ഒതുങ്ങി അവർ കല്യാണം കഴിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇവരുടെ പിന്നെ ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഹൈറാർക്കിക്കൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റി.
സൊസൈറ്റിയുടെ തട്ടുതട്ടായ ഡിവിഷൻസ്. അത് നമുക്കറിയാം, ചതുർവർണ്ണത്തിൽ നമുക്ക് ബ്രാഹ്മിൻസ്, ക്ഷത്രിയ, ശൂദ്രാസ്, വൈശ്യാസ് അല്ലേ. അപ്പോൾ ഏറ്റവും ഉയർന്ന ടീം, താഴെ ടീം, അങ്ങനെ. സെക്കൻഡ് വൺ, റെസ്ട്രിക്ഷൻ ഓഫ് ഫുഡ് ഹാബിറ്റ്സ്. ഫുഡ് ഹാബിറ്റ്സിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ബ്രാഹ്മിൻസ് കഴിക്കുന്ന അതേ ഭക്ഷണം ക്ഷത്രിയർക്ക് കഴിക്കാൻ പറ്റില്ല, ക്ഷത്രിയ കഴിക്കുന്ന അതേ ഭക്ഷണം അടുത്ത ടീമിന് കഴിക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് ചാതുർവർണ്ണത്തിൽ ഓരോരുത്തർക്കും ഫുഡിൻ്റെയും ഇതിനൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ടാകും. തേർഡ് വൺ, റെസ്ട്രിക്ഷൻ ഓഫ് സോഷ്യൽ റിലേഷൻസ്, സാമൂഹിക ബന്ധങ്ങളുടെ റെസ്ട്രിക്ഷൻസ്. അപ്പോൾ ഉദാഹരണത്തിന് അൺടച്ചബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ. അപ്പോൾ ഉയർന്ന വർഗത്തെ ടച്ച് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവർ നടക്കുന്ന വഴിയിലൂടെ നടക്കാൻ പാടില്ല അല്ലേ. ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന റെസ്ട്രിക്ഷൻ ഓഫ് സോഷ്യൽ റിലേഷൻസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് റെസ്ട്രിക്ഷൻ ഓഫ് മാരേജ്. മാരേജിലുള്ള റെസ്ട്രിക്ഷൻ നമ്മൾ പറഞ്ഞു, ക്ഷത്രിയ വിഭാഗത്തിലുള്ളപ്പെട്ട ആൾക്കാർ അതിൽ നിന്നേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട അതിൽ നിന്നേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. ഇതാണ് റെസ്ട്രിക്ഷൻസ് ഓൺ മാരേജ്. അടുത്ത ഫിഫ്ത്ത് ഫീച്ചേഴ്സ് നമ്മൾ പറയുകയാണെങ്കിൽ റെസ്ട്രിക്ഷൻ ഓൺ ഒക്കുപേഷണൽ ചോയ്സ്. ഒക്കുപേഷണൽ ചോയ്സിനുള്ള റെസ്ട്രിക്ഷൻ നമ്മൾ പറഞ്ഞു, വേദങ്ങൾ പഠിക്കാനുള്ള അവകാശം അത് ആർക്കാണ്? ബ്രാഹ്മിൻസിനാണ്. എന്നാൽ ചെരുപ്പ് കുത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ജോലികൾ, കോബ്ലറായിട്ടുള്ള വർക്കുകളൊക്കെ ശൂദ്രാസിനാണ്. വിപണനം, വാണിജ്യം ഇത് വൈശ്യർക്കാണ്. അങ്ങനെ യുദ്ധം, വേരിയസ് കിങ്സ് ഇതൊക്കെ വരേണ്ടത് ക്ഷത്രിയരിൽ നിന്നാണ്. അപ്പോൾ എനിവേ ഒക്കുപേഷണൽ ചോയ്സിനുള്ള റെസ്ട്രിക്ഷൻസ്. ആരെങ്കിലും വേറെ ഗ്രൂപ്പിലുള്ള ആൾക്ക് ഈ വേറെ പൊസിഷനിലേക്ക് മാറാൻ കഴിയുകയില്ല.